ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, ഞാൻ പറയാറുണ്ടായിരുന്നു, ഞാൻ പഠിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും ഇല്ലേ? നമ്മൾ മുൻപ് ചെയ്ത ഒരു കാര്യം എന്നാൽ ഇപ്പോൾ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും അങ്ങനെ പറയാം അല്ലേ? ഞാൻ നന്നായിട്ട് പഠിക്കാറുണ്ടായിരുന്നു, അതിനർത്ഥം ഇപ്പോൾ ഞാൻ നന്നായിട്ട് പഠിക്കണില്ല, മുൻപ് നന്നായിട്ട് പഠിക്കായിരുന്നു. ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ സംസാരിക്കണില്ല, മുന്നങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക? വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രക്ചർ പഠിച്ചു വെച്ചാൽ വളരെ ഈസി ആയിട്ട് ഇത്തരം കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിൽ ഒരു സിമ്പിൾ സ്ട്രക്ചറാണ് ഐ യൂസ്ഡ് ടു. ഓക്കെ, എന്താണ് ഐ യൂസ്ഡ് ടു? ഓക്കെ, അപ്പോൾ നമ്മൾ ഐ യൂസ്ഡ് ടു വെച്ചിട്ട് അതിനോട് ചേർത്ത് നമ്മൾ ചെയ്യാറുണ്ടായിരുന്ന പ്രവൃത്തി എന്താണെന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുൻപ് ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്ക് അത് വരും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നന്നായി പഠിക്കാറുണ്ടായിരുന്നു എന്നെങ്ങനെയാണ് നമ്മൾ പറയുക? ഐ യൂസ് ടു സ്റ്റഡി വെരി വെൽ. ഓക്കെ, ഐ യൂസ് ടു സ്റ്റഡി വെരി വെൽ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറയാണ് ഞാൻ നന്നായിട്ട് പാടാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ പാടണില്ല, ഞാൻ ഫീൽഡ് ഔട്ടായി, പക്ഷെ ഇപ്പം ഞാൻ പറയാണ് ഞാൻ മുന്നേ പാടാറുണ്ടായിരുന്നു എന്ന് പറയാണ്. എങ്ങനെ നമുക്കത് പറയാം? ഐ യൂസ് ടു സിങ് വെരി വെൽ. ഓക്കെ, ഐ യൂസ് ടു സിങ് വെരി വെൽ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒന്ന് നോക്കിയേ, ഐ യൂസ് ടു ൻ്റെ കൂടെ നമ്മൾ ആ ക്രിയയെ കൂടെ ആ പ്രവൃത്തിയെ കൂടെ ചേർത്ത് വെക്കുമ്പോൾ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ആ സെൻറ്റൻസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ അവനോട് മുൻപ് സംസാരിക്കാറുണ്ടായിരുന്നു, അതിനർത്ഥം ഇപ്പം നമ്മൾ എന്തോ ഒരു വഴക്കുണ്ട്, ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തായിട്ട് സംസാരിക്കണില്ല, അപ്പം ഞാൻ പറയാണ് മുൻപ് അവനായിട്ട് ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. ഐ യൂസ് ടു ടോക്ക് ടു ഹിം. എങ്ങനെയാണ്? ഐ യൂസ് ടു ടോക്ക് ടു ഹിം. ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു എന്ന് പറയാണ്. എങ്ങനെ പറയാ? ഐ യൂസ് ടു ഗോ ദെയർ. എങ്ങനെ പറയാ? ഐ യൂസ് ടു ഗോ ദെയർ. ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു എന്ന് പറയാണ്. ഇനി നമ്മൾ ഞങ്ങൾ ഒരുമിച്ച് പാടാറുണ്ടായിരുന്നു എന്ന് പറയാണ്. എങ്ങനെ? ഞങ്ങൾ ഒരുമിച്ച് പാടാറുണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറയുന്നത് ഞാൻ പാടാറുണ്ടായിരുന്നു എന്നാണ്. ഞങ്ങൾ ഒരുമിച്ച് പാടാറുണ്ടായിരുന്നു എന്ന് പറയാണ്. എങ്ങനെ പറയാ? വി യൂസ് ടു സിങ് ടുഗെദർ എന്ന് പറയും. എങ്ങനെ? വി യൂസ് ടു സിങ് ടുഗെദർ എന്ന് പറയും. ഓക്കെ, വി യൂസ് ടു സിങ് ടുഗെദർ. ഇനി നമ്മൾ മറ്റൊരെണ്ണം നോക്കാം. ഞാൻ നോവൽ വായിക്കാറുണ്ടായിരുന്നു. മുൻപ് എനിക്കൊരു വായനാശീലം ഉണ്ടായിരുന്നു, ഞാൻ നോവൽസ് ഒക്കെ നന്നായിട്ട് വായിക്കാറുണ്ടായിരുന്നു എന്ന് പറയാണ്. ഐ യൂസ് ടു റീഡ് നോവൽസ്. എങ്ങനെ പറയാ? ഐ യൂസ് ടു റീഡ് നോവൽസ്. ഓക്കെ, ഞാൻ നോവൽ വായിക്കാറുണ്ടായിരുന്നു. ഐ യൂസ് ടു റീഡ് നോവൽസ്. ഇനി അവരിടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യാറുണ്ടായിരുന്നു. They used to travel frequently. Okay, എങ്ങനെ പറയാ? They used to travel frequently. Okay, അപ്പോൾ they used to കഴിഞ്ഞിട്ട് എന്താ വെച്ചിരിക്കുന്നത്? Travel, യാത്ര. Okay, they used to travel frequently. ഇനി ഞാൻ പറയാണ് ഞാൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. ഓക്കെ, വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. എങ്ങനെ പറയാ? I used to play volleyball. Okay, എങ്ങനെ പറയാ? I used to play volleyball. Okay, I used to play volleyball. ഇനി നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു കാറ് കംപ്ലൈൻ്റ് ആയി. ഓക്കെ, കാർ കംപ്ലൈൻ്റ് ആയപ്പോൾ നമ്മൾ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിക്കണം, അവിടെ ആരിതൊന്നും നന്നാക്കാമെന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഇങ്ങനെ ഒരുത്തനുണ്ടായിരുന്നു, അവൻ മുൻപ് കാറ് നന്നാക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നന്നാക്കണില്ല എന്ന് പറയാണ്. എങ്ങനെ നമുക്ക് പറയാം? ഹി യൂസ് ടു ഫിക്സ് കാർസ്. ഓക്കെ, എങ്ങനെ പറയാം? ഹി യൂസ് ടു ഫിക്സ് കാർസ്. അതായത് മുൻപ് അവൻ കാറൊക്കെ നന്നാക്കാറുണ്ടായിരുന്നു, ഇപ്പം അവൻ അത് ചെയ്യണില്ല എന്നാണ് പറയണത്. എങ്ങനെ? ഹി യൂസ് ടു ഫിക്സ് കാർസ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് മുൻപ് ചെയ്തൊരു കാര്യം പറയാമെന്ന്. ഇത്രയുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്തരം ചില ലേണിംഗ് സ്ട്രക്ചേഴ്സ് പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇത്തരം സ്ട്രക്ചേഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചേഴ്സുകൾ തന്നെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലാംഗ്വേജിൽ സംസാരിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മുമ്പ് ചെയ്തിരുന്ന ഒരു കാര്യം ഇനി വളരെ സിമ്പിളായിട്ട് ഐ യൂസ് ടു വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഹോംവർക്ക് കൂടെ തരാണ്. നിങ്ങളിപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ഐ യൂസ് ടു വെച്ചിട്ട് 1, 2, 3 സെൻറ്റൻസസ് നിങ്ങളുടേതായിട്ടുള്ള, ഞാൻ പറഞ്ഞ സെൻറ്റൻസസ് അല്ല, നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസസ് നിങ്ങളൊന്ന് ആഡ് ചെയ്യണം. ഓക്കെ, ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ശരിയായിട്ടുള്ളത് തെറ്റായിട്ടുള്ളത് എന്താണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഐ യൂസ് ടു വെച്ചിട്ട് ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യണം, പറയാനായിട്ട് തുടങ്ങണം, ഒപ്പം കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ പ്രൊഫഷണൽ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് സംസാരിച്ച് ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച സ്ട്രക്ചർ ഏതാണ്? ഐ
യൂസ് ടു. ഓക്കെ, ഐ യൂസ് ടു. താങ്ക് യു.